ഹലോ വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. അപ്പോൾ ഇന്നത്തെ പ്രീ മാർക്കറ്റ് സെഷനിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ തിങ്കളാഴ്ചയാണ്, എല്ലാവരും നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക, അഗ്രസീവ് ട്രേഡിംഗ് എല്ലാം ഒഴിവാക്കുക. അപ്പോൾ ഡോ ജോൺസിൻ്റെ ഫ്യൂച്ചർ പരിശോധിക്കുമ്പോൾ 16 പോയിന്റ് സബ്സൈഡിലാണ്. S&P 500 ആൻഡ് നാസ്ഡാക്കിൻ്റെ ക്ലോസിംഗ് പോസിറ്റീവിലായിരുന്നു. യൂറോപ്യൻ മാർക്കറ്റ്സ് പൊതുവെ ഒരു ഫ്ലാറ്റ് അല്ലെങ്കിൽ പോസിറ്റീവ് നോട്ടിൽ ക്ലോസ് ചെയ്തു എന്ന് നമുക്ക് പറയാം. നിഫ്റ്റി നിലവിൽ 56 പോയിന്റ് സബ്സൈഡിൽ ട്രേഡ് ചെയ്യുകയാണ്. അതായത് നമുക്ക് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് അല്ലെങ്കിൽ ഫ്ലാറ്റ് ഓപ്പണിങ്ങിൻ്റെ പോസിബിലിറ്റിയാണ് ഉള്ളത്. ബാക്കി ഏഷ്യൻ മാർക്കറ്റ്സ് പരിശോധിക്കുമ്പോൾ നിക്കി ട്രേഡ് ചെയ്യുന്നത് പോസിറ്റീവായിട്ടാണ്. നിലവിൽ സ്ട്രേറ്റ് ടൈംസ് പോസിറ്റീവിലായിട്ടാണ്. ഹാങ്സങ് നിലവിൽ 1% ഡൗൺ ആണ്. തായ്വാൻ വെയ്റ്റഡ് ഫ്ലാറ്റ് ആയിട്ട് ട്രേഡ് ചെയ്യുകയാണ്. കോസ്പി നിലവിൽ 1% ഡൗൺ സൈഡ് ട്രേഡ് ചെയ്യുകയാണ്. അപ്പം നിഫ്റ്റി 59-60 പോയിന്റ് സബ്സൈഡ് ട്രേഡ് ചെയ്യുന്നുണ്ട്. സോ നമുക്കൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിന്റെ പോസിബിലിറ്റി ഉണ്ട്. അത് കൃത്യം സമയം പറയുകയാണെങ്കിൽ 7 മണിക്ക് റെക്കോർഡ് ചെയ്യുന്ന വീഡിയോ ആണിത്. നിലവിലെ അവസ്ഥയാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് ചാർട്ടിലേക്ക് പോകാം. ഒരു 15 മിനിറ്റ് ചാർട്ടിലേക്ക് നിഫ്റ്റിയെ കൊണ്ടുപോകുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, നിഫ്റ്റി ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ടിൽ നിന്നും അപ്സൈഡ് പോയി എന്നുള്ളതാണ് ഫസ്റ്റ് കാര്യം പറയാനുള്ളത്. ആൻഡ് ഒരു ചെറിയ കൺസോൾട്ടേഷൻ മാർക്കറ്റിലുണ്ട്. ആൻഡ് ഈ ഒരു കൺസോൾട്ടേഷൻ ബ്രേക്ക് ചെയ്താൽ ഏത് ഭാഗത്തോട്ടാണോ ഫസ്റ്റ് പോകുന്നത് അങ്ങോട്ട് ഒരു അഗ്രസീവ് ബൈയിങ് ഓർ സെല്ലിംഗ് ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ആൻഡ് മാർക്കറ്റിലെ ഇൻട്രാഡേ ലെവൽസ് നമുക്ക് മാർക്ക് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഈ ഒരു ഉണ്ടല്ലോ, ഈ ഒരു മദർ ക്യാൻഡിലുണ്ട്, ഒരു റെഡ് ക്യാൻഡിൽ, വലിയ ബിഗ് ബാർ ക്യാൻഡിലുണ്ട്. ആ ഒരു ക്യാൻഡിലിൻ്റെ എബോ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റിൽ ഒരു സെല്ലിംഗ് പ്രഷറോ അല്ലെങ്കിൽ ബൈയിങ് പ്രഷറോ ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇപ്പോൾ 24,290 എബോ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ 24,400 ആണ് അടുത്ത സെല്ലിംഗ് പ്രഷർ വരാനുള്ള പോസിബിലിറ്റി ഉള്ള സോൺ. ആൻഡ് ഈ ഒരു ട്രെൻഡ് ലൈൻ വന്നിരുന്ന ഈ സോണിനെ മാർക്കറ്റ് അത്യാവശ്യം നല്ലൊരു ഡിമാൻഡ് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യാം. അതായത് 24,000 എന്ന് പറയുന്ന ഈ സോണിന് മാർക്കറ്റിൽ ഒരു ഡിമാൻഡ് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഒരു ഡൗൺ സൈഡ് മൂവ്മെൻറ്റ് ഉണ്ടായാൽ. ഓക്കെ, അപ്പോൾ ഞാൻ വേറെ ബൈ ലെവൽസ് ഞാൻ വയ്ക്കുകയാണ്. 24,412 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് ഈ സോണിലേക്ക്, ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്താൽ ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഓക്കെ, 24,514 എന്ന ആ ഒരു സോണിലേക്ക് മാർക്കറ്റ് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ സ്ട്രക്ചറലി ഇങ്ങനെ ഒരു കൺസോൾട്ടേഷൻ തരുന്ന മൂവ്മെൻ്റ് ആയിരിക്കും ബെറ്റർ പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും സെൽ സൈഡിലേക്ക് വരികയാണെങ്കിൽ 24,000 ബ്രേക്ക് ചെയ്യാതെ മാർക്കറ്റ് ഹോൾഡ് ചെയ്താൽ വളരെ നല്ലതാണ്. ആൻഡ് അത് കഴിഞ്ഞാൽ മാർക്കറ്റ് 24,000 ബ്രേക്ക് ചെയ്ത് താഴെ വരുവാണെങ്കിൽ അടുത്ത 23,800 ആയിരിക്കും, 880 ആയിരിക്കും അടുത്ത മൂവ്മെൻ്റ് ഉള്ള സോൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനപ്പുറമുള്ള ലെവൽസ് എല്ലാം നമുക്ക് ലൈവ് മാർക്കറ്റിൽ ഡിസ്കസ് ചെയ്യാം. നമ്മുടെ ടെലിഗ്രാം ചാനൽ വളരെ ആക്റ്റീവായിട്ട് മുൻപോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും ഞാൻ കൊടുത്തിട്ടുണ്ട്. ആൻഡ് വാട്സാപ്പ് ചാനലും ഉണ്ട്. രണ്ടിലും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ടെലിഗ്രാം ബാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഭാവിയിൽ ഉണ്ടായാൽ നമുക്ക് വാട്സാപ്പിലോട്ട് പൂർണ്ണമായി ഷിഫ്റ്റ് ചെയ്യാനായിട്ടാണ് വാട്സാപ്പും കൂടെ ഞാൻ ആക്റ്റീവായിട്ട് നിർത്തുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്നലെ ഒരു സ്റ്റോക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വേദാന്ത ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനി. അപ്പം നമുക്കതിൻ്റെ ചാർട്ട് നോക്കിയ ശേഷം ഇന്ന് വേറെ സ്റ്റോക്സിനെ സംബന്ധിച്ച ന്യൂസുകൾ പരിശോധിക്കാം. അപ്പോൾ റിവേഴ്സൽ ബേസ് ചെയ്ത് ഞാൻ സെലക്ട് ചെയ്ത കമ്പനിയാണ് വേദാന്ത എന്ന് പറയുന്നത്. അപ്പോൾ വേദാന്ത നിങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ അഗ്രസീവ് സെല്ലിംഗ് നടന്നിട്ടുണ്ടായിരുന്നു. ഏത് ഭാഗത്തു നിന്നാണ്? ഇപ്പോൾ 360 റേഞ്ചിൽ നിന്ന് അഗ്രസീവ് സെല്ലിംഗ് നടന്നു. ആൻഡ് മാർക്കറ്റ് ഇവിടെ ബോട്ടം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ആൻഡ് ഈ ഒരു ഏരിയ ആണല്ലോ മാർക്കറ്റിൽ ഇപ്പം മാർക്കറ്റ് ഹോൾഡ് ചെയ്യുന്ന ഈ സോൺ ഒരു ബൈയിങ് ഏരിയ ആയിട്ട് നമുക്ക് കണക്കാക്കാം. ഒരു ബേസ് ഫോർമേഷനാണ് മാർക്കറ്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്കിയേ, നിങ്ങൾ ഇങ്ങനത്തെ ഒരു മൂവ്മെൻറ്റ് നിങ്ങൾ നോക്കുക. 249 അല്ലെങ്കിൽ 250 റേഞ്ച് മാർക്കറ്റ് വേദാന്തയുടെ സപ്പോർട്ടാണ്. അപ്പോൾ ഈ 250 ഹോൾഡ് ചെയ്യുവാണെങ്കിൽ ഞാൻ ഒരു മൂവ്മെൻറ്റ് പ്രതീക്ഷിച്ചാണ് ഞാൻ വേദാന്ത പഠിക്കാനായിട്ട് ഇട്ടേക്കുന്നത്. അതിൻ്റെ ഒരു 30% മൂവ്മെൻറ്റ് കളക്ട് ചെയ്യാനായിരിക്കും ഞാൻ നോക്കുക. ആൻഡ് ഈ ഒരു ബേസ് 250 റേഞ്ച് മാർക്കറ്റ് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ ഞാൻ വേദാന്തയിൽ ബുള്ളിഷ് ആയിരിക്കും. ഓക്കെ, ഇത് എൻ്റെ മാത്രം ടെക്നിക്കൽ അനാലിസിസ് ആണ്. ഇത് വേറെ ആരും ഫോളോ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. ഇത് ഞാൻ മാത്രം എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുകയാണ്. ഇത് റെക്കമെൻഡേഷൻ അല്ല, മറിച്ച് ഇതിൻ്റെ പ്രൈസ് ആക്ഷൻ ഞാൻ വാച്ച് ചെയ്യുകയാണ്. ഓക്കെ, ഒരു 1 വീക്ക്, അതായത് ഒരു 5-6 ദിവസം കൂടെ മാർക്കറ്റ് ഈ ഒരു ഏരിയ ഹോൾഡ് ചെയ്താൽ ഞാൻ കുറച്ചും കൂടെ ക്വാളിറ്റി ആഡ് ചെയ്യും. ആൻഡ് എബോവ് 290 ഞാൻ നല്ല മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതായിരിക്കും എൻ്റെ ഒരു ബേസിക് ഇതിൻ്റെ പ്ലാൻ എന്ന് പറയുന്നത്. 250 ഹോൾഡ് ചെയ്താൽ ഞാൻ കുറച്ചും കൂടെ ക്വാണ്ടിറ്റി വാങ്ങി ഇത് വേദാന്തയിൽ ഞാൻ ഒരു മീഡിയം ടേം ട്രേഡ് ഹോൾഡ് ചെയ്യാനായിട്ട് ശ്രമിക്കും. വരുന്ന ഒരു 4 മാസം 5 മാസത്തിനുള്ളിൽ നല്ലൊരു മൂവ്മെൻ്റ് ആയിരിക്കും ഞാൻ ഇതിൽ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അപ്പം ഈ ഒറ്റ സ്റ്റോക്ക് മാത്രമേ നിലവിൽ ഞാൻ ചർച്ച ചെയ്യുന്നുള്ളൂ. ബാക്കി സ്റ്റോക്സ് നമുക്ക് കൂടുതൽ ലൈവ് മാർക്കറ്റിൽ തന്നെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ വോക്ക് ഫാർമ ഞാൻ പബ്ലിക് ഗ്രൂപ്പിൽ മുന്നേ ഇട്ടിട്ടുണ്ട്. അപ്പം അതും അത്യാവശ്യം നല്ല രീതിയിൽ മൂവ്മെൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. വോക്ക് ഫാർമയെ നമുക്ക് അങ്ങനെ തന്നെ ഇരിക്കാം.
പിന്നെ ഉള്ളത് ബബിൾ ഗ്രൂപ്പിൽ തന്നെ ഇട്ട സ്കിപ്പർ എന്ന കമ്പനിയാണ്. സ്കിപ്പറും വാച്ച് ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. ആൻഡ് സ്കിപ്പർ ഞാൻ ഓൾറെഡി വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ 600 ആയിരിക്കും എൻ്റെ ഇനിഷ്യൽ ടാർഗറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് രണ്ട് നമുക്ക് നോക്കാം. ഓക്കെ, സോ താങ്ക് യു.